ലോകത്തിന്റെ കണ്ണും കാതും വീണ്ടും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കാണ്. രണ്ടാഴ്ച മുൻപ് വലിയ ആശ്വാസം പകർന്നവിടെ വെച്ചൊരു കരാർ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഉണ്ടാക്കിയവർ തന്നെ പിന്നീട് അത് ലംഘിച്ചു. കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു. കടലിടുക്കിൽ വീണ്ടും നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. പോർവിളികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് US പ്രതിനിധികൾ വീണ്ടും ഇസ്ലാമാബാദിലേക്ക് എത്തുന്നത്. ഇറാൻ പക്ഷേ ഇനിയും ഒരു കരാറിന് വിമുഖത കാണിക്കുകയാണ്. നേരത്തെ ഉണ്ടാക്കിയ കരാർ ലംഘിച്ചത് ആരാണെന്നാണ് അവരുടെ ചോദ്യം. ശരിക്കും ആരാണ് കരാർ ലംഘിച്ചത്? എന്താണ് ഹോർമുസിൽ സംഭവിച്ചത്? നോക്കാം വിശദമായി. ഹോർമുസിൽ വീണ്ടും നേർക്കുനേർ. കരാർ ലംഘിച്ചതാര് എന്നതാണ് ചോദ്യം. ഒമാൻ കടലിൽ വെച്ച് ഇറാനിയൻ ചരക്കു കപ്പലായ തൂസ്ക US നാവികസേന തടഞ്ഞതാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലം. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലംഘിച്ചുവെന്നാരോപിച്ചാണ് തൂസ്കയുടെ എഞ്ചിൻ റൂമിലേക്ക് US യുദ്ധക്കപ്പലായ USS പ്രൂവൻസ് വെടിവെച്ചതും കപ്പൽ പിടിച്ചെടുത്തതും. ഡ്രോണുകളുമായി ഇറാന്റെ തിരിച്ചടി ഉടൻ വന്നു. അമേരിക്കയുടെ ഈ നീക്കത്തിന് മറുപടിയുമായി IRGC ഒമാൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തുന്നു. ഇറാന്റെ കൂടുതൽ കപ്പൽ പട രംഗത്തെത്തിയതോടെ അമേരിക്കൻ നാവികസേനയ്ക്ക് ആ സ്പോട്ട് വിടേണ്ടതായി വന്നുവെന്ന വാർത്തകളും പുറത്തു വരികയാണ് ഈ ഘട്ടത്തിൽ. അതിന് പിന്നാലെ വീണ്ടും ഹോർമുസിൽ ഇറാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ ലെബനനിലെ യുദ്ധം നിർത്തിയതിന് പിന്നാലെ ലെബനനിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഈ ഹോർമുസിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നേരത്തെ ഇറാൻ പിൻവലിച്ചതാണ്. പക്ഷേ നേരത്തെ അമേരിക്ക തന്നെ ഏർപ്പെടുത്തിയ ഒരു കരാർ അമേരിക്ക തന്നെ ലംഘിച്ചതിന് പിന്നാലെ വീണ്ടും ഹോർമുസിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ഇറാൻ. ഹോർമുസിൽ ഈ രണ്ട് ഏറ്റുമുട്ടൽ നടന്നതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ അപ്രസക്തമാവുകയാണ്. അമേരിക്കയുടേത് കടൽ കൊള്ളയാണെന്നും തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. പിന്നാലെ ഹോർമുസ് കടക്കുകയായിരുന്ന ബോട്സ്വാന, അങ്കോള എന്നീ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾ ഇറാൻ സേന തടയുകയും തിരിച്ചയക്കുകയും ചെയ്യുന്നു. പിന്നീട് സംഭവിച്ചത് സ്വാഭാവികമായും എണ്ണവില തിരിച്ചു കയറിയിരിക്കുന്നു. ഹോർമുസിലെ പുതിയ സംഘർഷങ്ങൾക്ക് പിന്നാലെ ആഗോള വിപണിയിൽ തന്നെ എണ്ണവില കുതിച്ചുയരുകയാണ്. ക്രൂഡ് ഓയിൽ വിലയിൽ ഒറ്റയടിക്ക് 7% വർധനവുണ്ടാകുന്നു. അമേരിക്കയെ തന്നെയാണ് ഇത് ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. US ഗ്യാസോലിൻ വില ഗാലന് $4.05 ഉയർന്നത്. ഇസ്ലാമാബാദിൽ എന്ത് നടക്കും എന്ന് വെച്ചാൽ പുതിയൊരു കരാറിനായി നേരത്തെ ഉണ്ടാക്കിയ കരാറിന്റെ കാലാവധി മറ്റന്നാൾ തീരുകയാണ്. ആ കരാർ വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു കരാർ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് അമേരിക്ക നിലവിൽ വില്ലിംഗ് ആണ്. പക്ഷേ ഇറാൻ ഈ ഘട്ടത്തിൽ വില്ലിംഗ് അല്ല. കാരണം നേരത്തെ ഉണ്ടാക്കിയിരുന്ന കരാർ ഏകപക്ഷീയമായി അമേരിക്കയും ട്രംപും തന്നെ ലംഘിച്ചൊരു പശ്ചാത്തലത്തിൽ എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കരാറിന്റെ വില എന്ന് ചോദിക്കുകയാണ് ഇറാൻ. സ്വാഭാവികമായും ഈ കരാറിൽ അമേരിക്കയുടെ പല ഉപാധികളും ഇറാൻ അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷവുമുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ പ്രതിനിധികൾ നിലവിൽ ഇസ്ലാമാബാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇറാന്റെ പ്രതിനിധികൾ അവിടെ നിന്നും പുറപ്പെട്ടതായുള്ള വിവരങ്ങളോ സൂചനകളോ നമുക്ക് മുന്നിൽ ഇപ്പോഴില്ല. പക്ഷേ കരാറിൽ ഒപ്പുവെക്കാൻ ട്രംപിന്റെ ഒരു ഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ സന്നദ്ധമായില്ല എങ്കിൽ കടുത്ത വില നേരിടേണ്ടി വരും. എന്ന് വെച്ചാൽ കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. ഹോർമുസിലായാലും നേരത്തെ വ്യോമ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇറാന് മേൽ ഉണ്ടായതാണ്. അത്തരം ആക്രമണങ്ങൾ പുനരാരംഭിക്കേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനകം ട്രംപ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മുന്നറിയിപ്പുകളൊന്നും നിലവിൽ അതിനൊന്നും വില കൽപ്പിച്ചിട്ടില്ല ഇറാൻ. കാരണം ഇറാന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഈ വിലയില്ലാത്ത കരാറുകൾക്ക് തലവെക്കാൻ ഞങ്ങളില്ല എന്നുള്ളതാണ്. എന്തായാലും പുതിയ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെടിനിർത്തൽ കാലാവധി മറ്റന്നാൾ തീരുകയാണ്. അതിന് മുമ്പ് പുതിയൊരു കരാർ ഉണ്ടായില്ലെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് പോകും. അത് ആഗോള തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വേഗത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു ശാശ്വതമായ സമാധാന കരാറിലേക്ക് പോകണം എന്ന ഒരു ഉദ്ദേശവുമായാണ് പാകിസ്ഥാനും തുർക്കിയും അടക്കം മധ്യസ്ഥ രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇറാന്റെ പുതിയ നിലപാട് എന്നറിയണം. MCA നാസർ നമ്മോടൊപ്പം ചേരുകയാണ്. MCA, വീണ്ടും ലോകത്തിന്റെ കണ്ണും കാതും ഇസ്ലാമാബാദിലേക്കാണ്. നേരത്തെ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയ ഒരു വെടിനിർത്തൽ കരാർ അമേരിക്ക തന്നെ ഏകപക്ഷീയമായി ലംഘിക്കുന്ന നമ്മൾ കാണുന്നു. ആ ലംഘനത്തിന്റെ പുറത്തിപ്പോൾ ഇറാൻ വീണ്ടും പുതിയൊരു കരാറിലേക്ക് പോകാൻ വിമുഖത കാണിക്കുന്നു. എന്തായാലും ട്രംപിന്റെ ഒടുക്കത്തെ ഭീഷണി എന്ന് പറയുന്നത് ഈ കരാർ പാലിക്കാൻ വെച്ചാൽ പുതിയൊരു കരാറിലേക്ക് ഇറാൻ വന്നില്ലെങ്കിൽ കടുത്ത വില നേരിടേണ്ടി വരുമെന്നാണ്. അതിനുള്ള ഇറാന്റെ മറുപടി എന്താണ്? ഇറാന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് എത്തുമോ? നാളെ ഒരു പുതിയ കരാർ പിറക്കാൻ തന്നെ ആണോ സാധ്യത?
സൈഫുദ്ദീന് വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് പിന്നിട്ട മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ചാനലുകൾക്കും വാർത്താ മാധ്യമങ്ങൾക്കും നൽകിയ പ്രതികരണങ്ങളിലാണ്. ഇന്ന് രാത്രി തന്നെ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് ആദ്യം ട്രംപ് പറഞ്ഞിരുന്നത്. JD വാൻസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ സംഘം ഇസ്ലാമാബാദിൽ മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചേരുമെന്നും കൂടി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് ട്രംപ് അത് മാറ്റി പറയുന്നു. JD വാൻസ് ഉൾപ്പെടെയുള്ള സംഘം നാളെ മാത്രമായിരിക്കും ഇസ്ലാമാബാദിൽ എത്തുക. നാളെ തന്നെ ചർച്ച നടക്കും. ആ ചർച്ചയിലൂടെ ഒരു കരാറിൽ എത്താനുള്ള വലിയ സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യത ഇറാൻ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള ആക്രമണം ഈ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന ബുധനാഴ്ചയോടുകൂടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നും ഏറ്റവും അവസാനം വരുന്ന പ്രതികരണവും തങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ചില ഉപാധികൾ നേരത്തെ തന്നെ പാകിസ്ഥാൻ മുഖേന അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധമുണ്ട്. അത് അടിയന്തരമായിട്ട് പിൻവലിക്കണം. ഹോർമുസ് ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ടും അമേരിക്കൻ സൈന്യം പിന്മാറണം. അതോടൊപ്പം തന്നെ പരിധി വിട്ട ഉപാധികൾ തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു ചർച്ച, ആ രീതിയോട് യോജിപ്പില്ല. കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ തങ്ങൾ ഒരുക്കമാണ്. യുദ്ധമാണെങ്കിൽ യുദ്ധം, അതല്ല എങ്കിൽ നയതന്ത്ര പ്രശ്നപരിഹാരമാണെങ്കിൽ അതിനും ഒരുക്കമാണ്. പക്ഷെ അത് വളരെ മാന്യമായിരിക്കണം. പരസ്പര ബഹുമാനത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായും വേണം ഇത്തരം ചർച്ചകൾ നടക്കാൻ. പക്ഷേ ബലപ്രയോഗവും അടിച്ചേൽപ്പിക്കലും അധീശത്വവും ആ നിലപാടിനോട് തങ്ങൾക്ക് ഒരിക്കലും യോജിക്കാനാവില്ല എന്ന ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഏറ്റവും അവസാനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇക്കാര്യം മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. പാക് വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും തമ്മിൽ വളരെ വിശദമായി തന്നെ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നിർണായകമായിട്ടുള്ള ചില സന്ദേശങ്ങൾ ഇറാന് കൈമാറി എന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ചർച്ചയിലേക്ക് എപ്പോൾ കടന്നു വരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇസ്ലാമാബാദിലുള്ള ചർച്ചയിൽ ഇറാൻ സംഘം പങ്കെടുക്കുമോ എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഈ രാത്രിയിലും തുടരുകയാണ്. നാളെ എന്തായാലും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്. ട്രംപിന്റെ മരുമകനും അതോടൊപ്പം തന്നെ വൈറ്റ് ഹൗസ് ഉപദേശകനുമായ ജാറദ് കുഷ്ണറും, ഈ 3 പേരും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാവുകയാണെങ്കിൽ തനിക്കും ഇറാൻ സംഘത്തിൽ നിന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നുകൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ഈ പുതിയ ചർച്ചകളിൽ അമേരിക്കയുടെ ഉപാധികളും അമേരിക്കയുടെ കണ്ടീഷൻസ് എന്തായിരിക്കും? പ്രത്യേകിച്ചും ലെബനനിലെ വെടിനിർത്തൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമായ ഒരു തീരുമാനമായിരുന്നു. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, ജനതയുടെ താല്പര്യങ്ങൾ ബലി നൽകിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെ യെസ്, എന്തായാലും MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലേക്കാണ് എല്ലാ ലോകത്തിന്റെ കണ്ണും കാതും. കാരണം ഈ JD വാൻസ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇസ്ലാമാബാദിൽ എത്തുമെന്നായിരുന്നു നേരത്തെ ട്രംപ് അറിയിച്ചിരുന്നത്. പക്ഷേ ട്രംപ് വീണ്ടും തന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. JD വാൻസ് നാളെ മാത്രമേ എത്തുകയുള്ളൂ എന്ന് പറയുന്നു. MCA തുടരുന്നുണ്ട്. MCA ഇപ്പോൾ ഈ പുതിയ ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണല്ലോ. ഇറാന്റെ പ്രതിനിധികൾ അവിടെ എത്തുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. JD വാൻസ് അടക്കമുള്ള സംഘം എന്തായാലും എത്തിച്ചേരും. അപ്പോൾ ഈ പുതിയ ചർച്ചയിൽ അമേരിക്കയുടെ കണ്ടീഷൻസ് എന്തായിരിക്കും? ഉപാധികൾ എന്തൊക്കെയായിരിക്കും? ഇറാന്റെ അതിനുള്ള മറുപടിയോ, ഇറാന്റെ മാത്രമുള്ള ഉപാധികൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഇപ്പോഴത്തെ ഉപരോധം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ക്രൈസിസ് മറികടന്നാലും ഒരു നോർമൽ കണ്ടീഷനിൽ ഈ പുതിയ ചർച്ച വിജയിക്കാൻ തന്നെയാണോ സാധ്യത കാണുന്നത് MCA? സൈഫുദ്ദീൻ, ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ ഒരൊറ്റ ഉപാധി മാത്രമേ ഉള്ളൂ. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ആ ഒരൊറ്റ ഉപാധിയാണ് താൻ മുന്നോട്ട് വെക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക് ഈ അജണ്ടയെ പരിമിതപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ അതേസമയം തന്നെ സമ്പുഷ്ടീകരിച്ച യുറാനിയം പൂർണ്ണമായിട്ട് തന്നെ അമേരിക്കയ്ക്ക് കൈമാറണം. അതോടൊപ്പം തന്നെ ഇനിയുള്ള സമ്പുഷ്ടീകരണ പ്രക്രിയ നീണ്ട കാലത്തേക്ക്, ഏറ്റവും ചുരുങ്ങിയത് 20 വർഷത്തേക്കെങ്കിലും മരവിപ്പിച്ച് നിർത്തണം എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചിരുന്നു അമേരിക്ക. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഹോർമുസിന്റെ മേലുള്ള പരമാധികാരം ഇറാന് കൈമാറുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒരു ഒത്തുതീർപ്പും ഇതുവരെ വന്നിട്ടില്ല. ചർച്ചകളും ചില ഫോർമുലകളൊക്കെ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും അതെല്ലാം ഇറാൻ തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കോർ ഇഷ്യൂകൾ അതേപടി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമാബാദിൽ പൊടുന്നനെ ഇപ്പം നാളെ ഏതാനും മണിക്കൂറുകൾക്ക് ഉള്ളിൽ ഏത് തരത്തിലുള്ള ഒരു കരാറായിരിക്കും രൂപപ്പെടാൻ പോകുന്നത്? ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്
പ്രസിഡന്റ് ട്രംപ് മാത്രമാണ് ഈ കരാറിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് അവർ ഏറ്റവും അവസാനവും വ്യക്തമാക്കുന്നത് ഈ പ്രഖ്യാപിത നിലപാടുകളിൽ കോംപ്രമൈസ് ചെയ്യാൻ തങ്ങൾ ഒരുക്കമല്ല. യുദ്ധമാണ് അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ അതിനെ പോരാട്ടത്തോടു കൂടി തന്നെ തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് വിധേയപ്പെടാൻ അല്ലെങ്കിൽ അതിന്റെ അതിരുകടന്ന ഉപാധികൾ അംഗീകരിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇസ്ലാമാബാദിൽ ഒരുപക്ഷെ ചർച്ച നടന്നേക്കാം. ആ ചർച്ചയിലൂടെ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്ന ചിലപ്പോൾ 2 ആഴ്ച നീണ്ട ആ വെടിനിർത്തൽ ഒരു പക്ഷേ അടുത്ത 2 ആഴ്ച കൂടി നീട്ടാനുള്ള ഒരു തീരുമാനത്തിൽ ഇരു രാജ്യങ്ങളും എത്തിയേക്കുമെന്ന ഒരു വിലയിരുത്തൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ ബാക്കി. 2 ആഴ്ച കൂടി ഒരു പക്ഷേ വെടിനിർത്തൽ നീട്ടാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു വെടിനിർത്തലിലേക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പോകാൻ സാധ്യതയില്ല എന്ന് MCA നാസർ വിലയിരുത്തുകയാണ്. പ്രത്യേകിച്ചും കർശനമായ ഉപാധികളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ആ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കാൻ ഇപ്പുറത്ത് ഇറാൻ തയ്യാറാകുന്നില്ല. ആ അർത്ഥത്തിൽ ഇതെങ്ങനെ പുതിയ ഒരു മധ്യസ്ഥ ചർച്ച എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക, അതിനകത്ത് ഒരു കരാർ എങ്ങനെ രൂപപ്പെടും എന്നതെല്ലാം ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ സംഗതിയാണ്. എന്തായാലും ഇറാന്റെ പ്രതിനിധികൾ തന്നെ ഈ ചർച്ചയ്ക്ക് എത്തുമോ എന്നതും കാത്തിരുന്നു കാണണം.